ഹലോ ഏവിയേറ്റേഴ്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആകാശത്തിൻ്റെ രാജ്ഞിയെന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി വിളിക്കുന്ന ഒരേ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം മാത്രമേ ലോകത്തുള്ളൂ. അത് മറ്റാരുമല്ല, ബോയിങ്ങിൻ്റെ 747 വിമാനങ്ങളാണ്. 2024 ഏപ്രിൽ 22, സമയം രാവിലെ 10:47. മുൻപ് എയർ ഇന്ത്യയുടെ ഭാഗമായിരുന്നതും ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ചതുമായ ഒരു ബോയിങ് 747-400 വിമാനം US-ലേക്ക് പുറപ്പെടുവാനായി മുംബൈ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നു. പ്ലെയിൻ സ്പോട്ടേഴ്സും വിമാനഭ്രാന്തന്മാരും ഉൾപ്പെടെ ഒത്തിരി പേർ ആ വിമാനത്തിന്റെ അവസാന യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായി അവിടെ എത്തിയിരുന്നു. ഇവിടെ ഈ വിമാനത്തിന്റെ പുറകിൽ താൽക്കാലികമായി അമേരിക്കൻ രജിസ്ട്രേഷനായ N940AS എന്ന് പതിപ്പിച്ചിരിക്കുന്നത് കാണാം. അത് ഇന്ത്യയിൽ നിന്നും ആ വിമാനത്തെ ഫെറി ഫ്ലൈറ്റ് നടത്തി US വരെ എത്തിക്കുവാൻ വേണ്ടി എടുത്തിരിക്കുന്ന ടെമ്പററി രജിസ്ട്രേഷനാണ്. എയർ ഇന്ത്യ എന്ന പേരൊക്കെ ഇവിടെ അവർ മായ്ച്ചിട്ടുണ്ട്. ഏപ്രിൽ 22 വിമാനത്തെ പുറപ്പെടാനായി തയ്യാറാക്കിയത് അത്രയും കാലം ആ വിമാന മോഡലിന്റെ മെയിൻ്റനൻസ് ചെയ്തിരുന്ന മുംബൈ വൈഡ് ബോഡിയിലെ മെയിൻ്റനൻസ് ടീമായിരുന്നു. ഞാനും ഒരു കാലത്ത് ആ ഒരു ടീമിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് വളരെ വൈകാരികമായ അടുപ്പം 747 വിമാനങ്ങളോട് എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയയക്കൽ ചടങ്ങ് അവിടെ കൂടി നിന്ന മറ്റെല്ലാവരെയും പോലെ വിഷമവും പിന്നെ പഴയ കുറേ ഓർമ്മകളിലേക്കുള്ള തിരിഞ്ഞുനോട്ടവും ഒക്കെ ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വിമാനഭ്രാന്തന്മാരുടെയും എഞ്ചിനീയറിംഗ് ടീമിന്റെയും വികാരം മനസ്സിലാക്കിയതുകൊണ്ടാകണം വിമാനത്തിന്റെ ക്യാപ്റ്റനും അവർക്ക് നേരെ കൈവീശി കാണിച്ച് യാത്ര ചോദിക്കുന്നത് കാണാം. പിന്നീട് ആകാശത്തിന്റെ റാണിയുമായി പറന്നുയരുന്നതിന് മുന്നോടിയായുള്ള പ്രീ ഫ്ലൈറ്റ് ചെക്കുകൾ പൂർത്തിയാക്കി ത്രോട്ടിലുകൾ പതിയെ മുന്നോട്ട് നീക്കി പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെ ആ 4 എഞ്ചിനുകളുടെയും ശബ്ദം കൂടി വന്നപ്പോൾ പലരും മനസ്സുകൊണ്ട് അവരുടെ പ്രിയ വിമാനത്തിന് ശുഭയാത്ര നേരുകയായിരുന്നു. ഒരു വിങ് വേവ് മാനുവർ പൈലറ്റ് നടത്തിയിരുന്നു. അതൊരു ട്രഡീഷണൽ ചടങ്ങാണ്. പക്ഷേ ഇവിടെ വിമാനത്തിന്റെ ടേക്ക് ഓഫ് കാണാൻ വന്നവരിൽ പലരും അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ആർപ്പുവിളികളും കരഘോഷങ്ങളും സാക്ഷിയാക്കി ആ വിമാനം അനന്തവിഹായസിലേക്ക് പറന്നകന്നു. VTEVA വിക്ടർ ടാങ്കോ ഇക്കോ വിക്ടർ ആൽഫ എന്ന രജിസ്ട്രേഷനിൽ ഉണ്ടായിരുന്ന ആ ബോയിങ് 747-400 വിമാനത്തിന് ആഗ്ര എന്ന വിളിപ്പേരായിരുന്നു എയർ ഇന്ത്യ നൽകിയിരുന്നത്. 1996 ഒക്ടോബറിലാണ് ഈ വിമാനം എയർ ഇന്ത്യയുടെ ഭാഗമായി മാറിയത്. ഇപ്പോൾ വർഷം 2024 വിമാനങ്ങൾക്ക് കാലപ്പഴക്കം സംഭവിക്കുമ്പോൾ അതിന്റെ ഓപ്പറേഷണൽ കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും എല്ലാം വർദ്ധിക്കും. സ്പെയർ പാർട്സിന്റെ ലഭ്യതയും ഒരു പ്രധാന ഘടകമാണ്. 4 എഞ്ചിനുകളുള്ള ഇത്രയും വലിപ്പമുള്ള വിമാനത്തിന്റെ ഇന്ധനക്ഷമതയും ഒരു ചോദ്യചിഹ്നം ആകുന്നുണ്ട്. സീറ്റ് പെർ റവന്യൂ എന്നതിനെ അടിസ്ഥാനമാക്കി വിമാന കമ്പനികൾക്ക് വരുന്ന വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം ചിലവാക്കേണ്ടി വരുന്നത് വിമാന ഇന്ധനമായ ATF അഥവാ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലിന് വേണ്ടിയാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം വില ഒരുപാട് വർദ്ധിച്ചതും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബോയിങ് 777, 787, എയർബസ് 350 എന്നീ വൈഡ് ബോഡി വിമാനങ്ങൾ ഉപയോഗിക്കുന്നതാകും ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഉചിതം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു എയർലൈൻസിന്റെ ടോപ്പ് മാനേജ്മെന്റ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുവാൻ നിർബന്ധിതരാകുന്നു. അങ്ങനെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്ത ശേഷം ഇന്ത്യൻ വ്യോമയാന അതോറിറ്റിയായ DGCയെ സമീപിച്ച് അവശേഷിച്ച 3 747 വിമാനങ്ങളുടെ രജിസ്ട്രേഷനും അവർ ചെയ്തിരുന്നു. ഒരു വിമാനം കുറെ വർഷങ്ങളായി ഗ്രൗണ്ട് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. അത് ഓൾറെഡി രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ ആ ഒരു വിമാനം ഒരു വശത്തായി ഇങ്ങനെ കിടക്കുന്നത് കാണാം. എയർസെയിൽ എന്ന US ബേസ്ഡ് കമ്പനിയാണ് നമ്മളിപ്പോൾ യാത്രയയപ്പ് നൽകിയ വിമാനത്തെ ഉൾപ്പെടെ സ്വന്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും ചെയ്യുന്ന ബിസിനസ് വിമാനത്തെ സ്ക്രാപ്പ് ചെയ്ത് സർവീസബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സും സ്പെയർസും എടുത്ത് ഇത്തരത്തിലുള്ള വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ധാരാളം ഓപ്പറേറ്റേഴ്സ് വേറെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ചെയ്യുന്നു. കൂടാതെ ഈ കമ്പനി തന്നെ വിമാനവും എഞ്ചിനും ലീസിനും കൊടുക്കാറുണ്ട്. വേണമെങ്കിൽ കാർഗോ വിമാനമായിട്ട് കൺവേർട്ട് ചെയ്ത് ഇനിയും കുറച്ചു കാലം ഉപയോഗിക്കാം. പക്ഷെ അത് അവരുടെ തീരുമാനമല്ലേ, നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മുംബൈ എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ട ആ വിമാനം സുരക്ഷിതമായി US-ലെ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് ലാൻഡ് ചെയ്തു.
അവിടെ നിന്ന് പിന്നീട് പ്ലെയിൻഫീൽഡ് എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഈ വിമാനത്തിന് നൽകിയ യാത്രയയപ്പിനെ കുറിച്ച് ചെയ്ത ഷോർട്ട് വീഡിയോയിൽ ധാരാളം കമന്റുകൾ വന്നിരുന്നു. അതിൽ ഒരാൾ ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു: നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതുപോലെ ചിന്തിക്കുകയാണെങ്കിൽ ഇവയെ വരും തലമുറയ്ക്കു കൂടെ കാണുവാൻ പാകത്തിന് സംരക്ഷിച്ചുകൂടെ? മറ്റു വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. തീർച്ചയായും എല്ലാ പേരുടെയും ആഗ്രഹം അത് തന്നെയാണ്. പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് ആഗ്രഹിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇവിടെ നമ്മൾ തികച്ചും നിസ്സഹായരാണ്. പിന്നീട് പലരും അവരുടെ ബോയിങ് 747 വിമാനങ്ങളിൽ യാത്ര ചെയ്തുള്ള നല്ല അനുഭവങ്ങൾ പങ്കുവച്ചു. ചിലരുടെയൊക്കെ ആദ്യ വിദേശയാത്ര പോലും 747 വിമാനങ്ങളിലായിരുന്നു എന്നത് എന്നെ അതിശയിപ്പിച്ചു. കാലിക്കറ്റ്, ട്രിവാൻഡ്രം, കൊച്ചി എയർപോർട്ടുകളിലേക്കും 747 വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നു. മറ്റൊരു കൂട്ടർ വിമാനപ്രാന്തന്മാരെന്നൊരു കാറ്റഗറിയെക്കുറിച്ചാണ് ചോദിച്ചത്. വിമാനത്തിന് ഫാൻസ് ഒക്കെ ഉണ്ടോ എന്ന 1-2 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇതൊരു മെഷീൻ മാത്രമല്ലേ, എന്തിനാ ഇങ്ങനെ സെന്റി അടിച്ച് മെഴുകുന്നത് എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അതിനൊക്കെയുള്ള ഉത്തരം പറയുന്നതിന് മുൻപ് ബോയിങ് 747 വിമാനങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 747 വിമാനങ്ങളുടെ പിതാവെന്ന് ഏവിയേഷൻ മേഖലയിലുള്ളവർ വളരെ ബഹുമാനത്തോടു കൂടി വിളിക്കുന്ന ജോ സട്ടർ, അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് ജോസഫ് ഫ്രെഡറിക് സട്ടർ എന്നായിരുന്നു. മാൽക്കം ടി സ്റ്റാംപർ എന്ന വ്യക്തിയായിരുന്നു ബോയിങ് 747 പ്രോജക്റ്റിന്റെ തലവൻ. അവരോടൊപ്പം പേരറിയാത്ത മറ്റ് ജീവനക്കാരും ഉണ്ട്. അവരുടെ എല്ലാം കഠിനാധ്വാനത്തിന്റെ ഫലമായി യാഥാർത്ഥ്യമായി മാറിയ വിമാനമായിരുന്നു ഇത്. 1960കളിൽ പാനാംസ് എയർലൈൻസ് എന്ന അക്കാലത്തെ വളരെ പ്രശസ്തമായ എയർലൈൻസിനു വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്തതും ഒട്ടേറെ വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഒരു ഡിസൈൻ ആയിരുന്നു 747 വിമാനങ്ങളുടേത്. തുടക്കത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന എയർബസ് A380 പോലെ പൂർണ്ണമായും 2 നില എന്ന രീതിയിലുള്ള ഡബിൾ ഡക്കർ ഡിസൈൻ ആണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആ വിമാനത്തിലെ മുഴുവൻ യാത്രക്കാർക്കും രക്ഷപ്പെടുവാനുള്ള സംവിധാനങ്ങൾ വിമാനത്തിൽ ഉൾക്കൊള്ളിക്കുന്നതിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും ചിലവും കാരണം 2ാം നിലയുടെ നീളം അവർ കുറച്ചു. പകരം വിമാനത്തിന്റെ വീതി കൂട്ടി. സീറ്റുകൾക്കിടയിൽ 2 ഇടനാഴി എന്ന ട്വിൻ അയൽ കൺസെപ്റ്റ് കൊണ്ടുവന്നു. അതുമൂലം ലോകത്തിൽ ആദ്യത്തെ വൈഡ് ബോഡി കൊമേഴ്ഷ്യൽ പാസഞ്ചർ വിമാനം എന്ന പേര് 747 സ്വന്തമാക്കി. ഈ വിമാനത്തിന്റെ കോക്പിറ്റ് വരുന്നത് അപ്പർ ഡെക്കിലാണ്. പാസഞ്ചർ വിമാനം എന്ന നിലയിൽ സക്സസ് ആയില്ലെങ്കിൽ കൂടിയും കാർഗോ വിമാനമായി മാർക്കറ്റ് ചെയ്യാം എന്നൊരു സ്റ്റാൻഡ് ബൈ പ്ലാനും ഡിസൈൻ ചെയ്ത ടീമിനുണ്ടായിരുന്നു. ഏവരെയും അതിശയിപ്പിക്കുന്ന വലിപ്പം ഈ വിമാനങ്ങളുടെ പ്രത്യേകത ആയതുകൊണ്ട് തന്നെ ഇവ നിർമ്മിക്കപ്പെടുന്ന കെട്ടിടവും അത്രയും വലിപ്പമുള്ള സൗകര്യങ്ങൾ നിറഞ്ഞതുമായിരിക്കണം. എവററ്റിലെ ഫാക്ടറിക്ക് വേണ്ടി നിർമ്മിച്ച ആ കെട്ടിടവും വലിപ്പത്തിന്റെ പേരിൽ റെക്കോർഡുകൾ ഒരുപാട് സ്വന്തമാക്കിയിരുന്നു. ഈ വിമാനങ്ങൾക്ക് അന്ന് കരുത്തു പകർന്നിരുന്നത് പ്രാറ്റ് ആൻഡ് വിറ്റ്നി JT9D ടർബോഫാൻ എഞ്ചിനുകളായിരുന്നു. ഈ വിമാനം ആദ്യമായി കാണുവാൻ തടിച്ചുകൂടിയ വൻ ജനക്കൂട്ടത്തിൽ പലരുടെയും ചോദ്യം ഇത്രയും വലിപ്പമുള്ള വിമാനം എങ്ങനെയാണ് പറക്കുന്നതെന്നായിരുന്നു. ടെക്നോളജിയും ആഡംബരവും എയർലൈൻസുകൾക്കിടയിൽ 747 വിമാനങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും 747 ജംബോ വിമാനങ്ങൾക്കുള്ള ഓർഡറുകൾ വന്നു തുടങ്ങി. അങ്ങനെ 1971 ആയപ്പോൾ എയർ ഇന്ത്യ അവരുടെ ആദ്യത്തെ ബോയിങ് 747-200B വിമാനം സ്വന്തമാക്കി. അതിന് എംബ്രയർ അശോക എന്ന വിളിപ്പേര് നൽകി. അതിന്റെ രജിസ്ട്രേഷൻ VT EBD എന്നായിരുന്നു. പിന്നീട് അങ്ങോട്ട് ന്യൂ പാലസ് ഇൻ ദ സ്കൈ എന്ന പേരിൽ പുതിയ ലിവറിയും ബ്രാൻഡിങ്ങും തന്നെ ടാറ്റ ഉണ്ടാക്കി. പ്രശസ്തിയോടൊപ്പം തന്നെ ദുഃഖകരമായ ചരിത്രവും 747 വിമാനങ്ങൾക്കുണ്ട്. എന്തോ ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഡിസ്കഷൻ വേണ്ട എന്ന് തോന്നി മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. നമ്മുടെ വീഡിയോയുടെ കേന്ദ്ര കഥാപാത്രം 747ന്റെ 400 സീരീസ് വിമാനമാണ്. ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈ ബൈപ്പാസ് ടർബോഫാൻ കാറ്റഗറിയിൽ വരുന്ന പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെ 4056 എഞ്ചിനുകളാണ്. 747-8 എന്ന മോഡൽ ബോയിങ് പുറത്തിറക്കിയിരുന്നെങ്കിലും ചുരുക്കം ചില എയർലൈൻസുകളിൽ നിന്നും കാർഗോ കമ്പനികളിൽ നിന്നും മാത്രമേ ബോയിങ്ങിന് ഓർഡറുകൾ ലഭിച്ചിരുന്നുള്ളൂ. ട്രെൻഡിനനുസരിച്ച് ഏവിയേഷൻ മാർക്കറ്റ് മാറുന്ന സമയമാണ്. എല്ലാവർക്കും 2 എഞ്ചിനുകളുള്ള വൈഡ് ബോഡി വിമാനങ്ങൾ മതിയെന്നായി. അങ്ങനെയിരിക്കെ ജനുവരി 2023 ബോയിങ് അവരുടെ പ്ലാന്റിൽ നിർമ്മിച്ച അവസാനത്തെ ബോയിങ് 747-8F കാർഗോ വിമാനത്തെ അറ്റ്ലസ് എയറിന് കൈമാറിക്കൊണ്ട് ഇവയുടെ പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചു. ഡിസംബർ 2023 വരെയുള്ള കണക്കുകൾ പ്രകാരം നീണ്ട 54 വർഷ കാലയളവിൽ വിവിധ സീരീസുകളിലായി മൊത്തം 1574 747 വിമാനങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് 747 വിമാനങ്ങൾക്ക് ഇത്രയും ഫാൻസ് ഉണ്ടായി എന്ന് ചോദിച്ചാൽ 747 മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ വിമാന മോഡൽസിനും ഫാൻസ് ഉണ്ട്. വണ്ടിപ്രാന്തന്മാരും ആനപ്രേമികളും ഒരുപാടുള്ള നമ്മുടെ കൊച്ചു കേരളത്തിലും എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വിമാനപ്രാന്തന്മാരും
പൈലറ്റുമാരും ഉണ്ട്. അതിൽ അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. 747 വിമാനത്തിന് അല്ലെങ്കിൽ അതിന്റെ മോഡിഫൈഡ് വെർഷൻസിനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ വിദേശ യാത്രകൾക്കായി മുൻപ് ഉപയോഗിച്ചിരുന്നതും ഈ മോഡൽ വിമാനങ്ങളായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല, അമേരിക്കൻ പ്രസിഡന്റിന്റെ എയർഫോഴ്സ് 1 ആയി ഉപയോഗിക്കുന്നതും 747ന്റെ മോഡിഫൈഡ് വെർഷൻസ് ആണ്. സ്പേസ് ഷട്ടിലിനെ ചുമലിലേറ്റി പറക്കുന്ന 747 വിമാനങ്ങളും ബോയിങ് അവരുടെ പ്രൊഡക്ഷൻ ആവശ്യത്തിനായുള്ള വിമാനഭാഗങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന ഡ്രീം ലിഫ്റ്റർ എന്ന 747 വേരിയന്റ് നമ്മൾ അതിശയത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യക്കാർക്ക് 747 വിമാനങ്ങൾ അഭിമാനം തന്നെയായിരുന്നു. ഇവയുടെ എണ്ണിയാൽ ഒടുങ്ങാത്ത സേവനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനം പാസഞ്ചർ കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ കുവൈറ്റ് യുദ്ധ സമയത്ത് 747 വിമാനങ്ങൾ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള ഇവാക്യുവേഷൻ ഫ്ലൈയിങ്ങുകളിൽ വലിയൊരു പങ്കാണ് വഹിച്ചത്. എന്തിനേറെ പറയുന്നു, കോവിഡ് മഹാമാരി വന്നപ്പോൾ ഇന്ത്യൻ പൗരന്മാരെ ചൈനയിലെ വുഹാനിൽ നിന്നും ഡൽഹിയിൽ എത്തിക്കുവാൻ ആദ്യം ഉപയോഗിച്ചതും എയർ ഇന്ത്യയുടെ ബോയിങ് 747-400 വിമാനങ്ങളായിരുന്നു. എന്താണ് ഈ ബോയിങ് 747 വിമാനങ്ങളുമായിട്ടുള്ള ഇത്രയും വൈകാരികമായ അടുപ്പം എന്ന ചോദ്യത്തിന് പറയാനുള്ളത് വിമാനത്തിന്റെ പരിപാലനം എന്ന വാക്കിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. അത് നമ്മൾ പോലും അറിയാതെ പുറത്തു വരും. ഏതൊരു വ്യക്തിയായാലും അയാൾ മെയിൻ്റനൻസ് ചെയ്യുന്ന വിമാനത്തിന് അതിനുവേണ്ട കരുതലും സ്നേഹവും കൂടെ കൊടുക്കുമ്പോഴാണ് ആ ജോലി പൂർണ്ണമാവുന്നത്. അങ്ങനെ ഇന്നലെ വരെ കരുതലും സ്നേഹവും നൽകിയ ഒരു വിമാനം നമ്മളെ പിരിഞ്ഞു പോകുമ്പോൾ ആർക്കായാലും ആ വേർപാടിൽ വിഷമം ഉണ്ടാകും. അതേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. സാങ്കേതിക വിദ്യകൾ മാറി മാറി വരും. പുതിയ വിമാന മോഡലുകളുടെ കടന്നുവരവിന് മുമ്പിൽ കുറെ നല്ല ഓർമ്മകൾ ബാക്കിയാക്കി പഴയ വിമാനങ്ങൾ കളം ഒഴിഞ്ഞു പോകും. ഈ സൈക്കിൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കണ്ട. ഏവർക്കും സുരക്ഷിതമായ വിമാനയാത്ര ആശംസിക്കുന്നു. ബൈ.